ശ്രീ എ സജീവൻ, ഇപ്പോൾ പി വി അൻവർ ഇന്ന് പറയുന്നത് മുഴുവൻ പിണറായി വിജയനെതിരെയാണ്. പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പമാണെന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തൻ്റെ കൂടെ വരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു നേതാവിനെ പോലും, ഒരു പ്രാദേശിക നേതാവിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, വോട്ടെടുപ്പ് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, പുറത്തേക്ക് പറയേണ്ടതില്ല. പക്ഷേ അവരുടെ എതിർവികാരം കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ, RSS പോലീസ് ബന്ധം മുതൽ പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്, പി ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതികരണത്തിൽ UDF വല്ലാതെ ആക്രമിക്കുന്നുമില്ല. അതെന്തിൻ്റെയെങ്കിലും സൂചനയായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും സ്മൃതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കണ്ട, അതായത് ഇന്നലെ വരെ കണ്ട അൻവർ അല്ല ഇന്നുള്ളത്. അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം ആളുകളെ കാണാൻ പോകുന്നു പറയുന്നു. അത് നാളെയും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതല്ലാതെ കൊട്ടിക്കലാശം, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള പ്രകടനമൊക്കെ നടത്തിയിരുന്നല്ലോ. അതൊക്കെ മാറ്റിയിട്ട് ഈ ദിവസം അദ്ദേഹം ഒഴിവായി പോകുന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യം, കുറച്ചു കാലമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF നടത്തിയതിന് അന്ന് മുതൽ UDF-നെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ, സതീശനെതിരെയൊക്കെ അതിരൂക്ഷമായിട്ട് പറഞ്ഞയാളായിരുന്നു അൻവർ. അദ്ദേഹം പിണറായിസം പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് സതീശനിസം പറഞ്ഞിരുന്നത്. PD സതീശൻ UDF-ന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം ആ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല, 2026 അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനെ ഭീകരമായ രൂപത്തിൽ, അത് ഒരു പടി കൂടി കടന്നിട്ട് പിണറായിയുടെ കാര്യങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളാണ്. പിണറായിയുടെ UDF-ലെ ഒരു ഏജന്റാണ് സതീശൻ എന്ന നിലയിൽ വരെ പറഞ്ഞു. ഷൗക്കത്തിനെതിരെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് സാമുദായികമായുള്ള പ്രശ്നം, ലീഗ് നേതാക്കന്മാർക്കെതിരെ പറഞ്ഞ പ്രശ്നം, കോൺഗ്രസിൽ പ്രകാശിനെ തോൽപ്പിച്ച പ്രശ്നം, ഇങ്ങനെ വ്യാപാരികളെ കബളിപ്പിച്ചു എന്ന് പറയുന്ന പ്രശ്നം, അഴിമതി, ഇങ്ങനെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്മൃതി പറഞ്ഞതുപോലെ ഷൗക്കത്തിനെതിരെയോ സതീശനെതിരെയോ UDF-നെതിരെയോ ഒരു വാക്ക് പോലും അൻവർ പറയുന്നില്ല. അത് അല്പം സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. അൻവർ പിൻവാങ്ങിയോ ഈ പോരാട്ടത്തിൽ നിന്ന്? അതല്ലെങ്കിൽ അൻവർ ഏതെങ്കിലും രീതിയിൽ ഒരു ഒത്താശ ഇപ്പുറത്തേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ഞാനത് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ചായക്കടകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 2 തവണയൊക്കെ ഈ പ്രകടനം നടത്താൻ നല്ല കാശ് വേണ്ടേ? അല്ല, കാശ് അൻവറിന് പ്രശ്നമാവണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അത് ഈ ഇന്നത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് പിണറായിസത്തെ തകർക്കും. അത് അദ്ദേഹം പറഞ്ഞത് 23-ാം തീയതി കാണാൻ പോകുന്നത് നിലമ്പൂരിൽ പിണറായിസത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം ഒട്ടാകെ എന്നാണ്. അതായത് പിണറായിക്കെതിരെ ശക്തമായ ഒരു അടി കൊടുക്കാൻ താൻ തയ്യാറായിരിക്കുന്നു, അതിനുള്ള ഒത്താശ ചെയ്തിരിക്കുന്നു. കാരണം അൻവർ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത് നേരത്തെ സുഭാഷ് പറഞ്ഞ പോലെ UDF-ന് മുൻതൂക്കമുള്ള മണ്ഡലമാണ്. നേരിയ മുൻതൂക്കമെങ്കിലും അവർക്ക് മണ്ഡലം പുനഃപ്രവർത്തനം വന്നതിന് ശേഷവും അവർക്ക് മുൻതൂക്കമുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടി വരുമ്പോൾ അവർക്ക് കുറെ കൂടി നേട്ടമുണ്ടാക്കാവുന്നത്. പക്ഷെ അൻവർ ആദ്യം മുതലേ പറഞ്ഞത് ഷൗക്കത്തിനെ പരാജയപ്പെടുത്തും, അതിലൂടെ സതീശനെ പരാജയപ്പെടുത്തുന്നത്. ഇപ്പോഴത് പറയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അൻവർ അത് പറയുന്ന ഘട്ടത്തിൽ, അതായത് ഷൗക്കത്തിനെതിരെയും സതീശനെതിരെയും പറയുന്ന ഘട്ടത്തിൽ അൻവറിന് ഏതോ കുറച്ച് ആളുകളുടെ, ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഒക്കെ പല ആളുകളുടെയും പിന്തുണ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുണ്ട്. അദ്ദേഹം കുറെ ആളുകളുടെ പേര് പറയും, അവരൊക്കെ എന്നോടൊപ്പം നിന്ന ആളുകളാണ്, അവരോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ മാറ്റം സ്വാഭാവികമായിട്ടും എന്തെല്ലാമോ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് എൻ്റെ. തീർച്ചയായും അത് എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്നും അത് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, നഗരസഭയടക്കമുള്ള സ്ഥാപനങ്ങൾ പിടിച്ചു കൊടുത്തത് ഞാനാണ്. കാരണം ഈ നഗരസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ LDF-ന് ലീഡ് രണ്ടിടത്തേ ഉള്ളൂ, രണ്ടിടത്ത് ഭരിക്കുന്നു, നഗരസഭയും LDF ഭരിക്കുന്നു. അതെങ്ങനെയാണ് നേടിയത്? എൻ്റെ ബലത്തിലാണ്, ഞാൻ നേടിക്കൊടുത്തതാണ്. 2015 നഗരസഭയിൽ 4 സീറ്റുകളാണ് LDF-ന് ഉണ്ടായിരുന്നത്. ഇന്ന് ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. Debate with Smriti Parathikkad.